ഇന്ത്യയുടെ ദേശീയപാത ശൃംഖല 2024 അവസാനത്തോടെ USA റോഡ് ശൃംഖലയ്ക്ക് തുല്യമാകുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമ ഏജൻസിയോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ഇന്ത്യക്ക് വ്യവസായത്തിൽ മികച്ച മൂലധന നിക്ഷേപവും വികസനവും ആവശ്യമാണെങ്കിൽ രാജ്യത്തിന് ഉയർന്ന തലത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിർദ്ദിഷ്ട പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദില്ലിയും ചെന്നൈയും തമ്മിലുള്ള ദൂരം 320 കിലോമീറ്റർ ഗണ്യമായി കുറയ്ക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും ഗഡ്കരി പരാമർശിക്കുകയുണ്ടായി. സൂറത്തിൽ നിന്നുള്ള നിർദ്ദിഷ്ട എക്സ്പ്രസ് ഹൈവേ നാസിക്, അഹമ്മദ്നഗർ, സോലാപൂർ, കുർണൂൽ, തിരുവനന്തപുരം, കൊച്ചി, കന്യാകുമാരി, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കൂട്ടുകയും ഗതാഗത റൂട്ടുകൾ കാര്യക്ഷമമാക്കുകയും പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതേസമയം ഈ വർഷം ഡിസംബറോടെ ചെന്നൈ ബംഗളൂരു ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ പൂർത്തിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും ഇത് ദക്ഷിണേന്ത്യയിലെ 2 മെട്രോ നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തി. ഇത്തരത്തിൽ അതിവേഗത്തിൽ പൂർത്തിയാക്കുന്ന ഗതാഗത സൗകര്യങ്ങൾ രാജ്യത്ത് നിക്ഷേപങ്ങൾ വരുന്നതിനും അതിലൂടെ വികസനത്തിനും വലിയ കുതിപ്പാണ് നൽകുന്നത്. രാജ്യത്തെമ്പാടുമുള്ള റോഡുകളും ഹൈവേകളും അടിമുടി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കാണുന്നത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനാർഹമായ പരിഷ്കാരങ്ങൾ ഗതാഗത മേഖലയിൽ സംഭവിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന മേഖലയാണ് അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതി എന്ന കാര്യത്തിൽ തർക്കമില്ല. റോഡുകൾ മെച്ചപ്പെടുമ്പോൾ രാജ്യത്തെ വ്യാവസായിക, കാർഷിക, വിനോദസഞ്ചാര മേഖലകളിൽ അതിശയിപ്പിക്കുന്ന പുരോഗതിയാണ് ഒപ്പമുണ്ടാവുക. ഇന്ത്യൻ റോഡുകളിലെ നെറ്റ്വർക്ക് സംവിധാനത്തെ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ 2 പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കാനിരിക്കുകയാണ്. GPS ടോൾ കളക്ഷനും വയർലെസ് EV ചാർജിംഗ് സ്റ്റേഷനുകളും. ടോൾ പിരിവ് നടത്തുന്നതിന് GPS അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. പഴയ ടോൾ പ്ലാസ സംവിധാനത്തെ പൂർണ്ണമായും പരിഷ്കരിക്കാൻ ഇതോടെ സാധിക്കും. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ച് പൈലറ്റ് പദ്ധതികളും രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ടോൾ പ്ലാസകളിൽ വാഹനം നിർത്താതെ തന്നെ ടോൾ പിരിവ് നടത്താൻ സാധിക്കുന്ന രീതിയാണിത്. നീണ്ട ക്യൂ, ട്രാഫിക് പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും. GPS ഉപകരണങ്ങളുടെ സഹായത്തോടെയും ANPR ക്യാമറകൾ ഉപയോഗിച്ചും ഇത്തരത്തിൽ വാഹനം നിർത്തിയിടാതെ ടോൾ പിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാർച്ച് മാസത്തോടെ പദ്ധതി കൂടുതൽ നഗരങ്ങളിലേക്ക് എത്തും. ഇലക്ട്രിക് വാഹനങ്ങൾ വയർലെസ് ആയി ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇൻഡക്ഷൻ ബേസ്ഡ് ചാർജിംഗ് സിസ്റ്റം. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ പല നഗരങ്ങളിലും ഇതിനോടകം വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ഇതേ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിലും പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിടുന്നത്. പല ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കി വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാകും രാജ്യത്തെമ്പാടും വിന്യസിക്കുക. ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് വേ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കി യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തമിഴ്നാട്ടിലെ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതായി HT ഓട്ടോ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.